ഡോക്ടർ ലളിതാംബിക മാം നമുക്കൊപ്പം ഉണ്ട്. ലളിതാംബിക മാം നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ ഡോക്ടർ, ഈ ഷിബിൻ, ഈ ഉഷ ജോസഫ് എന്ന പേഷ്യന്റിനെ ഓർമ്മിക്കുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഷിബിൻ പക്ഷേ ഡോക്ടറുടെ പേരാണ് പറയുന്നത്. വീട്ടിലെത്തി ഒരു കൺസൾട്ടിംഗ് ഫീ ഒക്കെ തന്നുവെന്ന്. അത് ഞാൻ യൂണിറ്റ് ചീഫും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റും ആയതുകൊണ്ട് എല്ലാവരും എൻ്റെ പേര് പറയും. ഞാൻ 38 കൊല്ലം ആലപ്പുഴ ജോലി ചെയ്ത ആളാണ്. എൻ്റെ യൂണിറ്റിലല്ലാത്തവർ പോലും പ്രശ്നങ്ങൾക്ക് എന്നെ സമീപിക്കുകയും ഞാൻ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടായിക്കൊണ്ട് എല്ലാവരും പേര് പറയും. പക്ഷേ ഈ ഓപ്പറേഷൻ ചെയ്തത് ഞാനല്ല. ഇന്ന് പേര് വരുമല്ലോ കറക്റ്റായിട്ട്, എന്നിട്ട് നമ്മൾ ഊഹിച്ചാൽ പോരെ. ഇന്ന് കേസ് ഷീറ്റ് 10 മണിക്ക് എടുക്കുമല്ലോ. 10 മണിക്ക് കേസ് ഷീറ്റ് റെക്കോർഡ് ലൈബ്രറി തുറന്ന ഉടനെ എടുക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ ഡോക്ടർ റിട്ടയർ ചെയ്യുന്നത് എന്നാണ്? ഞാൻ 2021 മെയ് 31 റിട്ടയർ. അതിന് തൊട്ട് മുന്നേ അല്ലേ ഇത്. അപ്പൊ ആ സമയത്ത് കോവിഡിന്റെ സെക്കൻഡ് വേവ് വന്ന സമയമല്ലേ. അപ്പൊ നമുക്ക് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് എപ്പോഴും കോവിഡ് റിലേറ്റഡ് കുറെ ആക്ടിവിറ്റീസ്, മീറ്റിംഗ്, അതിന്റെ പ്രതിരോധത്തിനുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ തിയേറ്ററിലേ കയറിയിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ സമയങ്ങളൊക്കെ അധികവും അൺലെസ് ഭയങ്കര അത്യാവശ്യം ചെയ്യാൻ ആളില്ലാതെ വരുവാണെങ്കിലൊക്കെ മാത്രമേ നമ്മൾ കയറേണ്ടി വന്നിട്ടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ്. പിന്നെ എപ്പോഴും സ്റ്റാഫ് ഷോർട്ടേജ് ഭയങ്കരമായിട്ടുണ്ടല്ലോ. അന്ന് ഈ ഗോകുലും ഒക്കെ വെച്ച് ചെയ്യുന്ന സ്റ്റാഫ് ഷോർട്ടേജ് ഒക്കെ ഉള്ളൊരു സമയമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ആ ഒരു ഇത് മാത്രം ഓർമ്മയുണ്ട്. ഞാൻ ചെയ്ത വീട്ടിൽ കണ്ടിട്ടില്ല. ഇന്ന് വരുന്നവർ ക്ഷമിക്കുക. അതെ, എനിക്കോ അറിയാം, ഓർമ്മയില്ല. ഒരു കൺസൾട്ടേഷൻ പലരും വരുമല്ലോ, സ്കാനിന് ചിലർ വരും. അത് ചെയ്തു വിടുന്നല്ല, നമ്മൾ വേറെ ഓരോരുത്തരെയും പേഴ്സണലി ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതും 5 കൊല്ലം മുമ്പ്. ഇപ്പൊ ഈയിടെ എങ്ങാനും കണ്ടതാണെങ്കിൽ ചിലപ്പോൾ പിന്നെ വേറെ എനിക്കതിൽ ഒരു കാര്യം തോന്നുള്ളത്, ഇന്ന് വരെ അവര് തിരിച്ചൊരു പെയിൻ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അതെനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനൊരു പേഷ്യന്റ് പെയിനായിട്ട് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, ഒറ്റ കാര്യം കൂടി, ഇത് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത എന്നാണ് ഡോക്ടർ കരുതുന്നത്? വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, ശരിക്കും 2 നഴ്സുമാര് ഒരു സർജറിക്ക് വേണം. ഒരു സ്ക്രബ് നഴ്സും ഒരു ഫ്ലോർ നഴ്സും. അതാണ് സത്യം. അപ്പൊ ഫ്ലോർ നഴ്സ് എന്നൊരു കമ്പോണന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് സ്ക്രബ് നഴ്സ് മാത്രമേ കയറത്തുള്ളൂ. അപ്പൊ ഈ ഫ്ലോർ നഴ്സാണ് ശരിക്കും ഒരു ബോർഡ് വെച്ചിട്ട് ഓരോ ഇൻസ്ട്രുമെന്റ് എണ്ണി എഴുതണം. എഴുതി കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ അബ്ഡമൻ അടയ്ക്കുന്നതിന് മുമ്പ് വീണ്ടും ഈ എഴുതിയിരിക്കുന്നതുമായിട്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് അതിന്റെ ശരിയായ പ്രോട്ടോകോള്. പക്ഷേ ഗവൺമെന്റിൽ എപ്പോഴും ആൾ കുറവായതുകൊണ്ട് ഈ ഒരു പ്രോട്ടോകോൾ ഒരിക്കലും പാലിക്കാറില്ല. എന്ത് വന്നാലും ഡോക്ടർമാരുടെ തലയിലോട്ട് നാച്ചുറലി പോകും. അപ്പൊ ലാസ്റ്റ് സിസ്റ്റർ പറയും, ഞാൻ ഇത്ര എണ്ണ എടുത്തതെന്ന് പറയും. അതനുസരിച്ച് ഡോക്ടർ നോക്കും. അപ്പൊ ആ എണ്ണത്തിലൊരു ഓർമ്മപ്പെശക് വന്നെങ്കിൽ ഇത് സംഭവിക്കാം. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. മനസ്സിലായോ? ഡോക്ടറുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാർ ഇപ്പോഴും സർവീസിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? അതായത് ഈ സർജറി ചെയ്തിരിക്കാൻ സാധ്യതയുള്ള ഡോക്ടർമാർ. അതെന്നാന്നറിയാവോ, ഇത് കോട്ടയത്തു നിന്നും ട്രിവാൻഡ്രത്തു നിന്നും ടേൺ വെച്ച് ട്രാൻസ്ഫർ ആയി ഒത്തിരി പേര് വരും. അന്നേരം ആരാണ് അന്നുണ്ടായിരുന്നതെന്ന് ഇപ്പൊ ഞാൻ കൃത്യം അത് അറ്റൻഡൻസ് ബുക്ക് നോക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ റിട്ടയർ ചെയ്തുകൊണ്ട് എനിക്കിപ്പോ ഇതിനൊന്നും ആക്സസ് ഇല്ലല്ലോ. അപ്പൊ ഇന്നെന്തായാലും സൂപ്രണ്ടും ഒക്കെ അത് നോക്കുമായിരിക്കും. വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ 100% ഉറപ്പായിട്ട് പറയുന്നു, ഞാനല്ല ഉഷയുടെ സർജറി ചെയ്തത്. ഞാനല്ല അതെനിക്കറിയാം. എന്താണെന്നറിയാം പറയാൻ കാര്യം, 3.5 കിലോയുള്ള ട്യൂമറാ. സാധാരണ ഒരു സർജറി നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. ഇപ്പൊ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ 3.5 കിലോ ഒരു ട്യൂമർ എടുത്തെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓർക്കും. ഇതൊരു കൺസൾട്ടേഷൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. വീട്ടിൽ വന്നു എന്നാണ് ഷിബിൻ പറഞ്ഞത്. വീട്ടിൽ വന്നു, അന്നൊരു കൺസൾട്ടിംഗ് ഫീ വാങ്ങിയെന്നും ഒക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ലളിതാംബികയാണ് നമ്മളോടൊപ്പം നേരിട്ട് ചേർന്നത്. ഡോക്ടർ ലളിതാംബികയുടെ പേരാണ് ഷിബിൻ പറഞ്ഞത്. അപ്പോൾ